1968 ഉണ്ടായ സൈനിക വിമാനാപകടത്തിൽ മരിച്ച ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാൻ നാട് യാത്രാമൊഴി നൽകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. 1968 ഉണ്ടായതെന്ന് പറഞ്ഞാൽ 56 വർഷത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് വീട്ടിലേക്ക്. നാട് അർഹിക്കുന്ന യാത്രാമൊഴി നൽകുന്നു സൈനികന്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തെരച്ചിൽ എന്ന് ഉറപ്പായും പറയാൻ കഴിയുന്ന വലിയൊരു ദൗത്യത്തിനൊടുവിലാണ് തോമസ് ചെറിയാനെ കണ്ടെത്താൻ കഴിയുന്നത്. തോമസ് ചെറിയാൻ അടക്കം 4 പേരുടെ മൃതദേഹങ്ങളാണ് ഈ പറയുന്ന ദൈർഘ്യമേറിയ ചരിത്രത്തിൽ അസാധാരണമാവണ്ണം അങ്ങനെയൊന്നും അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇത്രയും 56 വർഷങ്ങൾക്ക് ശേഷം ഭൗതിക ശരീരം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇലന്തൂരിൽ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്ക് വരികയാണ് തോമസ് ചെറിയാൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം. നാട് തോമസ് ചെറിയാൻ അർഹിക്കുന്ന യാത്രയയപ്പ് നൽകുക എന്ന ലക്ഷ്യത്തിൽ തന്നെ നിൽക്കുന്നു. 102 സൈനികരും മറ്റ് സാമഗ്രികളുമായി ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്ക് പോയ AN-12 വിമാനമാണ് 1968 ഫെബ്രുവരി 7 കുളു ജില്ലയിലെ റോത്തക് പാസിൽ മഞ്ഞുമലയിൽ അന്ന് കാണാതായത്. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്ന് സ്ഥിരീകരിച്ചതാണെങ്കിൽ കൂടിയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അന്ന്. അതിനുശേഷം ആ തിരച്ചിൽ ഇടവിട്ട് തിരച്ചിൽ സജീവമായി ആ മേഖലയിൽ തുടരുകയായിരുന്നു. ഈ പറയുന്ന നീണ്ട 56 എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറവിയിലേക്ക് പൊതിഞ്ഞുപോയ നീണ്ട 56 വർഷത്തിന് ശേഷമാണ് 68 സൈനിക വിമാനാപകടത്തിൽ മരിച്ച തോമസ് ജോർജ് ഇപ്പോൾ അദ്ദേഹത്തിന് യാത്രയയപ്പ് നാട് നൽകുന്നത്. 9 മൃതദേഹങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. തോമസ് ചെറിയാൻ, മൽക്കാൻ സിംഗ്, ശിബായ് നാരായൺ സിംഗ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ കണ്ടെടുത്തത്. അതിലൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. തോമസ് ചെറിയാൻ കാണാതാകുമ്പോൾ 22 വയസ്സ് മാത്രമാണ് പ്രായം എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ നന്നേ ചെറിയ പ്രായത്തിൽ രാജ്യസേവനത്തിന് വേണ്ടി പുറപ്പെട്ട തോമസ് ചെറിയാൻ ഇപ്പോൾ 56 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തുന്ന വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് നാട് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് ഉചിതമായ യാത്രയയപ്പ്, ഒരു സൈനികന് ഏതൊക്കെ രീതിയിൽ വികാരനിർഭരമായ വീരോചിതമായ യാത്രയയപ്പ് നൽകണോ അതേപോലെ തന്നെ യാത്രയയപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഇതിപ്പോൾ തോമസ് ചെറിയാൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആ വാഹനം, സൈനിക വാഹനം വീട്ടിലേക്ക് എത്തുകയല്ലേ ജയശങ്കർ? ഈ അല്പസമയത്തിനകം തന്നെ ഈ സൈന്യത്തിന്റെ വാഹനം വീട്ടിലേക്ക് എത്തും. തോമസ് ചെറിയാന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനമാണ് അങ്ങോട്ട് എത്തുന്നത്. നാട്ടിൽ ഉൾപ്പെടെ വളരെ വൈകാരികമായൊരു യാത്രയയപ്പാണ് നാട് നൽകിയത്. നമ്മൾ മാർക്കറ്റ് ജംഗ്ഷനിലെ ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്. പ്രായഭേദമന്യേ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇവിടെ അവസാനം ആദരാഞ്ജലി അർപ്പിക്കാൻ, ആദരവ് നൽകാൻ വേണ്ടി ഇവിടെ എത്തിയത്. പോലീസിന്റെയും സൈന്യത്തിന്റെയും പൂർണ്ണമായ അകമ്പടിയിലാണ് ഈ ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അല്പസമയത്തിനകം തന്നെ വീട്ടിൽ ഈ ഭൗതികദേഹം എത്തിക്കും. അതിനുശേഷം അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കും. ഒപ്പം തന്നെ മതപരമായ ശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീട്ടിലായിരിക്കും നടക്കുക. ഏകദേശം 1.5-2 മണിക്കൂർ നേരം വീട്ടിൽ ഈ ഭൗതികദേഹം വെക്കും. ഈ ഘട്ടത്തിലായിരിക്കും ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിനുശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെയും മതപരമായ ചടങ്ങുകൾ കൊണ്ട് അതിനുശേഷം പൂർണ്ണമായി സൈന്യത്തിന്റെ ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് യാത്രയാവുകയാണ്. നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം തോമസ് ചെറിയാൻ വീട്ടിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ 2 തലമുറ കഴിഞ്ഞുള്ള ആളുകളാണ് വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കാത്തിരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ അവരെല്ലാം തന്നെ ഞെട്ടിത്തരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കാണില്ലെന്ന് പ്രതീക്ഷിച്ച തങ്ങളുടെ അടുത്ത ബന്ധുവിനെ ഇത്തരത്തിൽ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നു. അതിന്റെ ഒരു ഞെട്ടൽ ബന്ധുക്കൾക്കെല്ലാം ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർ ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത ഒരാളാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. സൈന്യം ഉൾപ്പെടെ മരിച്ചു എന്ന അറിയിപ്പ് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയൊരു മനുഷ്യന്റെ ഭൗതികദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തുന്നു. എന്തായാലും വീട്, ജന്മനാട്, ഈ ധീര സൈനികന് അന്ത്യാഞ്ജലി നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. പള്ളിയിൽ ഉൾപ്പെടെ പ്രത്യേക കല്ലറ തയ്യാറാക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. രാവിലെ നമ്മൾ പള്ളിയിലെ അച്ഛനുമായി സംസാരിച്ചു. ആ ഘട്ടത്തിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിക്ക് പ്രത്യേക കല്ലറ ഒരുക്കിയ പോലെ ഞങ്ങൾ ഇവിടെ ഇദ്ദേഹത്തിനും ധീര ജവാനും കല്ലറ ഒരുക്കുന്നു എന്നൊരു വാക്കാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അത്രമാത്രം നാട്, ഒരു ജനത ഇദ്ദേഹത്തിന് ധീരമായൊരു വിടവാങ്ങൽ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിന്റെ സൈനിക വാഹനത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പതിയെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിനെ സംബന്ധിച്ച് ഏറെ വൈകാരികമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇലന്തൂർ പോലൊരു ഗ്രാമം ഇത്തരത്തിലൊരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. അവർക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത് അവരെ സംബന്ധിച്ച് അപൂർവമാണ്. തങ്ങൾ കണ്ടി 22-ാം വയസ്സിൽ ജീവിതത്തിന്റെ ഏറ്റവും സുവർണ കാലത്ത്
രാജ്യത്തിന് വേണ്ടി ജീവനർപ്പിച്ച ഒരു ജവാൻ, അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ജന്മനാട്ടിലേക്ക് എത്തുന്നു. അവർ അതിന് വേണ്ട എല്ലാവിധ ബഹുമതികളും നൽകിക്കൊണ്ട്, ആദരവും നൽകിക്കൊണ്ട് തന്നെയാണ് അവർ ആ ഭൗതികദേഹത്തെ ഈ ജന്മനാട്ടിലേക്ക് സ്വീകരിച്ചത്. അതിനെ അത്രമാത്രം ആളുകൾ ഇവിടെ തടിച്ചുകൂടി, കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ പ്രായഭേദമന്യേ എല്ലാ ആളുകളും ഇവിടെ എത്തി. അവർ ഈ ഭൗതികദേഹത്തിന് വേണ്ട ആദരവ് നൽകുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വീട്ടിലേക്ക് പോവുകയാണ്. സൈനിക വാഹനത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. പൂർണ്ണമായും സൈന്യം ഈ ഭൗതികദേഹത്തെ പിന്തുടരുന്നു, സൈന്യം അനുഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നാട്ടുകാരുൾപ്പെടെ ഈ സൈനിക വാഹനത്തിന് പിന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിന് തന്നെ ഈ ഭൗതികദേഹം വീട്ടിലെത്തി അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. മതപരമായ ശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വീട്ടിൽ തന്നെ ക്രമീകരിക്കും. അതിനുശേഷമായിരിക്കും ഭൗതികദേഹം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോവുക. ഈ ഒരു ഘട്ടത്തിൽ കേരള പോലീസ് ഉൾപ്പെടെ വീട്ടിലെത്തി ഗാർഡ് ഓഫ് ഓണർ നൽകുമെന്നാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിമാനം തകർന്നു വീണ നാൾ മുതൽ തുടരുന്ന ആ പരിവേഷണമാണ് എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ തുടങ്ങുന്ന 1968 ഈ അപകടമുണ്ടായതിനു ശേഷം മുതൽ തുടങ്ങുന്ന പരിശോധനയാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തോമസ് ചേരൻ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദാ നോക്കൂ, ചെറുപ്പക്കാരനായ 22-26 വയസ്സ് പ്രായമുള്ള ഒരു യുവ സൈനികനാണ് അന്ന് തോമസ് ചെറിയാൻ. 73-കാരനായ അനുജൻ അന്ന് കാണാതാകുമ്പോൾ 22-26 വയസ്സ് പ്രായമുള്ള തോമസ് ചെറിയാൻ്റെ മൃതദേഹം 73-കാരനായ അനുജൻ തോമസ് ആണ് ഏറ്റുവാങ്ങുന്നത്. ഇപ്പോഴും എന്താണ് നീണ്ട 56 വർഷങ്ങളിലെ അനിശ്ചിതത്വം, അതിനിടയിൽ തോമസ് ചെറിയാൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആ കാത്തിരിപ്പ് തുടർന്നു. വല്ലാത്ത കാത്തിരിപ്പ്, സ്വാഭാവികം വല്ലാത്ത കാത്തിരിപ്പാണ്. അച്ഛൻ OM തോമസ് ആണ്, അമ്മ എലിയാമ്മയാണ്. ഈ വലിയ അനിശ്ചിതത്വം, മകൻ എന്ത് സംഭവിച്ചു? നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മാത്രം മുൻപാണ് ഷിരൂരിൽ അർജുൻ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടി ഒരു കുടുംബം സങ്കടത്തോടെ കാത്തിരിക്കുന്നതും അതിന് ഉത്തരം കിട്ടുന്നതും കാഴ്ച നമ്മൾ കണ്ടത്. ആ ഉത്തരം കിട്ടാതെ ഇപ്പോൾ വിമാനം തകർന്നു, മരിച്ചു എന്നത് സ്ഥിരീകരിക്കുമ്പോൾ പോലും എവിടെയെങ്കിലും ഇനി ജീവനോടെ ഇരിപ്പുണ്ടോ എന്നൊരു അനിശ്ചിതത്വം സ്വാഭാവികമായും അച്ഛനെയും അമ്മയും സംബന്ധിച്ചുണ്ടാകും. അവരുടെ ജീവിതകാലത്തുടനീളം ആ കാത്തിരിപ്പിൻ്റെ സങ്കടം ഉറപ്പായും പേർക്കൊണ്ട് ജീവിക്കുകയായിരുന്നു അച്ഛൻ OM തോമസും അമ്മ എലിയാമ്മയും. അച്ഛനും അമ്മയും മരിച്ചു. അതിനുശേഷം 3 സഹോദരങ്ങൾ ഇതേ അച്ഛൻ്റെയും അമ്മയുടെയും ആ കാത്തിരിപ്പ് ഈ വർഷങ്ങൾ അത്രയും തുടരുകയായിരുന്നു. തോമസ് ചെറിയാൻ ഒരു പക്ഷേ മടങ്ങി വന്നേക്കുമോ എന്ന കാത്തിരിപ്പ്. ഇപ്പോൾ ആ കാത്തിരിപ്പ് അവസാനമാകുന്നു. 56 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ദീർഘ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു. തോമസ് ചെറിയാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അതിൻ്റെ സൈനിക വാഹനത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പൂർണ്ണ ഔദ്യോഗിക സൈനിക ബഹുമതികൾ ഉറപ്പായും ഉണ്ടാകും. നാട് യാത്രാമൊഴി നൽകുന്നു. പുഷ്പചക്രങ്ങൾ അർപ്പിച്ചും പുഷ്പങ്ങൾ സമർപ്പിച്ചും നാടിൻ്റെ പ്രിയപുത്രന്, നാടിൻ്റെ ധീര ജവാന് യാത്രാമൊഴി നൽകുന്നു. 1968 ഹിമാചൽ പ്രദേശിലെ ചുരത്തിൽ ഉണ്ടായ വിമാനാപകടത്തിൽ മരിച്ചതാണ് മലയാളി സൈനികൻ തോമസ് ചെറിയാൻ. 2019 5 പേരുടെ മൃതദേഹം കണ്ടെത്തിയതാണ്. അതിനുശേഷം പിന്നീടും അവിടെ ഈ പരിശോധനകൾ ഇങ്ങനെ തുടർന്നു വരുന്ന നിർബാധം. എന്തായാലും നമ്മുടെ ഒരു വിമാനാപകടത്തിൽ മരിച്ചൊരു സൈനികനെ ഏതെങ്കിലും മഞ്ഞുമലയിൽ അജ്ഞാതമായി ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന സൈന്യത്തിൻ്റെ ഇച്ഛാശക്തി കൂടി അതിൽ പ്രകടമാണ്. ആ ഇച്ഛാശക്തിക്കൊടുവിൽ തോമസ് ചെറിയാനെ കണ്ടെടുക്കുന്നു ആ മഞ്ഞുമലയിൽ. അവിടെ നിന്ന് നാടിപ്പോൾ 56 വർഷങ്ങൾക്ക് ശേഷം മരിക്കുമ്പോൾ 26 വയസ്സാണ് തോമസ് ചെറിയാന് പ്രായം. ആ പഴയ 26-കാരന് 56 വർഷത്തിന് ശേഷം നാട് ഉചിതമായ യാത്രയപ്പ് നൽകുകയാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. തിരികെ എത്താം ചെറിയൊരിടവേള.